2015 ജൂൺ മാസം 11 കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാന നഗരമായ കൊൽക്കത്തയിൽ സാധാരണ ദിവസം പോലെയാണ് അന്നും ആരംഭിച്ചത്. ഒരു വലിയ നഗരത്തിന്റെ തിരക്ക്. രാവിലെ ആ ഗതാഗത തിരക്കിനിടയിൽ എല്ലാവരും ഓഫീസിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും വളരെ വേഗത്തിൽ പോവുകയായിരുന്നു. ആ തിരക്കിൽ നിന്നും ഒരല്പം മാറി ഒരു പ്രീമിയം സമ്പന്നർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. അവിടെയുള്ള ആ സ്ട്രീറ്റിനടുത്തുള്ള ഒരു വീടിന്റെ ജനാലയിലൂടെ പുക വരുന്നത് ഒരു അയൽക്കാരൻ ശ്രദ്ധിച്ചു. ഇന്ത്യയിൽ ഒരു വീട്ടിൽ നിന്നും പുക വരുന്നത് അത്ര അബ്നോർമലായ കാര്യം അല്ല, കാരണം നമ്മുടെ കുക്കിംഗ് മെത്തേഡ്സും അങ്ങനെയാണ്. എന്നാൽ ഇവിടെ പുക വന്നത് അടുക്കളയിൽ നിന്നല്ല, അതാ വീടിന്റെ ബാത്റൂമിൽ നിന്നാണ്. അതൊരു ആഡംബര പ്രദേശമായതിനാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ആ അയൽക്കാർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ 101ലേക്ക് വിളിച്ചു. കുറച്ചു മിനിറ്റിനുള്ളിൽ പോലീസും ഫയർ സർവീസ് സംഘവും അവിടെ എത്തി. പോലീസ് എത്തി വീട് നോക്കിയപ്പോൾ പുക ബിൽഡിംഗിന്റെ സെക്കൻഡ് ഫ്ലോറിലെ ബാത്റൂമിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവർ സെക്കൻഡ് ഫ്ലോറിനെ നോക്കിപ്പോയി. അവരവിടെ റീച്ച് ആയതും ആ വീടിന്റെ വാതിലിന് മുൻപിൽ വന്നു നിന്ന് വളരെ വേഗത്തിൽ മുട്ടാൻ തുടങ്ങി. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആ വാതിലിന് മുൻപിൽ നിന്ന് വീണ്ടും വീണ്ടും അവർ മുട്ടിക്കൊണ്ടിരുന്നു. പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ മുട്ടി. ഇത്തവണ അവർ ഒരു നേരിയ മൂളൽ ശബ്ദം കേട്ടു. എന്നാൽ അകത്തു നിന്നും മറ്റേതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇവരിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുക വീണ്ടും ഉയർന്ന രീതിയിൽ വരുന്നുണ്ട്. വീണ്ടും കാത്തിരിക്കേണ്ടതില്ല എന്ന് പോലീസിന് മനസ്സിലായി. വാതിൽ തകർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വാതിൽ തകർത്തു. പതിയെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇതുവരെയും വളരെ നേരിയതായി കേട്ടുകൊണ്ടിരുന്ന ആ മൂളൽ ശബ്ദം ഇപ്പോ വളരെ ഉച്ചത്തിൽ വളരെ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ശബ്ദം ഒറ്റ സ്ഥലത്ത് നിന്നല്ല വന്നത്. ആ വീടിന്റെ വിവിധ മൂലകളിൽ നിന്നും ഒരു എക്കോ പോലെ കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ പോലീസ് വല്ലാത്ത ആശയക്കുഴപ്പത്തോടു കൂടി അകത്തേക്ക് കടന്നു. അവിശ്വസനീയവും ഭയാനകവുമായ നിരവധി കാര്യങ്ങളായിരുന്നു അവർക്കായി അവിടെ കാത്തിരുന്നത്. അതെ, ആ വീടിന്റെ 5 വ്യത്യസ്ത കോണുകളിൽ സൂക്ഷിച്ചിരുന്ന 5 സ്പീക്കറിൽ നിന്നും പ്രശസ്ത അമേരിക്കൻ TV പ്രഭാഷകനായ ജോയ്സ് മേയുടെ പ്രസംഗം കേൾക്കാമായിരുന്നു. അത് പ്ലേ ആകുന്നുണ്ട്. മാത്രവുമല്ല 100 കണക്കിന് ആത്മീയ പുസ്തകങ്ങൾ അവർ ആ തറയിൽ നിന്നും കണ്ടെത്തി. കൂടാതെ വീട് മുഴുവനും ചപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. പൊടി പടലങ്ങൾ, എവിടെ നോക്കിയാലും മാലിന്യം മാത്രം. ഒരു പ്രേത ബംഗ്ലാവിനുള്ളിലേക്ക് കയറിയതുപോലെ അവർക്ക് തോന്നി. ഇപ്പോഴും വല്ലാത്ത ആശയക്കുഴപ്പത്തോടും ഭയത്തോടും കൂടി ആ പുക വരുന്ന സ്ഥലത്തെ നോക്കി എല്ലാവരും പോകാൻ തുടങ്ങി. അങ്ങനെ പുക വരുന്ന സ്ഥലമായ ആ ബാത്റൂമിന് മുൻപിൽ വന്നു നിന്ന് പോലീസ് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്ത് അവർ അല്പം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പോലീസിന്റെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു കാഴ്ച കണ്ടു. എല്ലാവരും ഞെട്ടലിൽ അങ്ങനെ ഉറച്ചുപോയി. ഇപ്പൊ തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകും. അതെ, ആ പുകയുടെ കാരണം ആ ബാട്ടപ്പിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യ ശരീരമായിരുന്നു കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കാൻ തുടങ്ങിയ പോലീസ് മരിച്ചുപോയ വ്യക്തി ആരാണ്, ആ വ്യക്തി ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പദ്ധതിയിട്ട് അദ്ദേഹത്തെ കൊന്നതാണോ, ഈ മരണത്തിന് പുറകിലുള്ള കാരണം എന്താണ്, ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പുറത്തു വരുമ്പോൾ അത് കൊൽക്കത്തയെ മാത്രം അല്ല, മുഴുവൻ ഇന്ത്യയെയും ഞെട്ടിപ്പിച്ചു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ. അതേസമയം ലോകത്തിൽ ഇത്തരം സംഭവങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ കേസാണിത്. ഈ ഒരു കേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരല്പം പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഇതൊക്കെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന കാര്യമായി തന്നെ മുൻപിൽ വന്ന് നിന്നു. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഭയപ്പെടുത്തുന്ന വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടെ ചെയ്യാറുണ്ട്. ഈ ഒരു കേസും നിങ്ങൾക്ക് തീർച്ചയായും ഭയം കലർന്ന വല്ലാത്തൊരു അനുഭവം നൽകുമെന്ന് എനിക്കുറപ്പാണ്. മാത്രമല്ല ഇതൊരു യഥാർത്ഥ സംഭവം കൂടിയാണ്. അത്തരം വിചിത്രമായൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന പോലീസ് അവിടെ ബാട്ടപ്പിലുണ്ടായിരുന്ന കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കണ്ട് ഞെട്ടലിൽ അങ്ങനെ മരവിച്ച് നിന്നുപോയി. ഇപ്പോ ആ ക്രൈം സീൻ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാനായി പെട്ടെന്ന് തന്നെ ആ ക്രൈം സീൻ സെക്യൂർ ചെയ്യുകയും പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. അതേസമയം ആ സ്ഥലം പരിശോധിക്കാൻ തുടങ്ങിയവർക്ക് ആ മരിച്ച ഡെഡ് ബോഡിക്ക് അടുത്ത് തന്നെ ഒരു പെട്രോൾ ക്യാൻ, ഒരു തീപ്പെട്ടി, കൂടെ ഒരു ലെറ്ററും അവർ കണ്ടെത്തി. ഇതെല്ലാം ഉപയോഗിച്ച് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നൊരു അനുമാനത്തിൽ പോലീസ് എത്തി. അങ്ങനെ പോലീസ് അയൽക്കാരോട് പല
ചോദ്യങ്ങൾ ചോദിച്ചു. അതേസമയം തന്നെ പോലീസ് മറ്റു ചില തെളിവുകൾക്കായി തിരയാൻ തുടങ്ങിയപ്പോൾ ഒരു നിധി കുഴിച്ചെടുക്കുന്നത് പോലെ തിരയുന്തോറും വീട് മുഴുവനും തറയിലും പില്ലോ കവറിലും ജാറിലും വീടിന്റെ കോർണേഴ്സിലും അലമാരയിലും എല്ലാ ഇടങ്ങളിൽ നിന്നും ഹാൻഡ് റിട്ടഡ് പേപ്പർ നോട്ട്സ് കിട്ടി. അതായത് കൈകൊണ്ട് എഴുതിയ ചെറിയ ചെറിയ പേപ്പർ നോട്ട്സ് അവർക്ക് ലഭിച്ചു. മാത്രവുമല്ല, അവർ തിരയുമ്പോൾ അസഹനീയമായ ദുർഗന്ധം പോലീസിന് വരാൻ തുടങ്ങി. പക്ഷെ അത് ഈ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡിയുടെ ഗന്ധമായിരുന്നില്ല. ഇത് വളരെ വ്യത്യസ്തമായും അഴുകിയതുമായ ഒരു ഗന്ധമായിരുന്നു. അതിനാൽ ഈ ഒരു ഗന്ധം എവിടെ നിന്ന് വരുന്നു എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. അതൊരു കിടപ്പുമുറിയിൽ നിന്ന് വന്നു എന്നും അവർ കണ്ടെത്തി. ഇതിനകം തന്നെ ആ വീട്ടിൽ കയറിയ ആ സെക്കൻഡ് മുതൽ പല അവിശ്വസനീയമായ കാര്യങ്ങൾ നിഗൂഢമായി തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഇനി ഈ കിടപ്പുമുറിയിൽ എന്തുണ്ടാകും എന്നുള്ള ഒരു സംശയത്തോടു കൂടിയും ഒരു മടിയോടു കൂടിയും അവരങ്ങനെ വാതിൽ തുറന്നപ്പോൾ അതുവരെയും ചെറുതായി മാത്രം വന്നുകൊണ്ടിരുന്ന ആ ഗന്ധം ഇപ്പൊ കൂടുതലായി വരാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് മണം വരുന്നതെന്ന് സ്ഥിരീകരിച്ച പോലീസ് ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അതൊരു പകൽ സമയമാണെങ്കിൽ കൂടിയും ആ മുറിക്കുള്ളിൽ ഏതൊരു വെളിച്ചവുമില്ല. വളരെ ഇരുട്ടായതിനാൽ പോലീസിന് ആ മുറിയിൽ പ്രവേശിക്കാനും പ്രയാസമായിരുന്നു. തുടർന്ന് ജനാലയ്ക്കടുത്തേക്ക് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജനൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആ ജനാലകൾ മുഴുവനും കർട്ടൻസ് കൊണ്ടും കടലാസ് കൊണ്ടും എല്ലാം മൂടിയിരുന്നു. ഒരു ചെറിയ വെളിച്ചം പോലും അകത്തേക്ക് വരാത്ത തരത്തിൽ വളരെ ടൈറ്റായി തന്നെ കവർ ചെയ്തിരുന്നു. ഇപ്പൊ അവർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നി. പോലീസുകാർക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പം വരാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ ഓപ്പണിങ്സും തുണിയോ പേപ്പറോ കൊണ്ട് മൂടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നിയ പോലീസ് ഒരല്പം പോലും സമയം കളയാതെ ആ കർട്ടൻസും പേപ്പറുകളും എല്ലാം നീക്കം ചെയ്തു. എന്നിട്ട് ആ ജനാലകൾ തുറന്നു. ജനൽ തുറന്ന് അതിലൂടെ ആ മുറി മുഴുവനും വെളിച്ചം പടർന്നപ്പോൾ അവിടെ അവർ കണ്ട ആ ഒരു രംഗം വാക്കുകൾ കൊണ്ട് ഒരിക്കലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. 100 കണക്കിന് മർഡർ കേസുകൾ കൈകാര്യം ചെയ്ത പോലീസിന് ഇത് കണ്ട് തല കറങ്ങാൻ തുടങ്ങി. ഞെട്ടലിൽ അങ്ങനെ മരവിച്ചു നിന്നുപോയി. അതെ, അങ്ങനെ അവരവിടെ കണ്ടത് ആ മുറിയുടെ മധ്യഭാഗത്ത് ഒരു കിടക്ക. ആ കിടക്കയിൽ നന്നായി വസ്ത്രം ധരിച്ച് വളരെ വൃത്തിയായി ടക്ക് ചെയ്ത് ഉറങ്ങുന്ന രീതിയിൽ കിടക്കുന്ന ഒരു അസ്ഥികൂടത്തെയായിരുന്നു. അതുമാത്രമല്ല, ആ ബെഡിനടുത്ത് തന്നെ മറ്റ് 2 അസ്ഥികൂടം ഉണ്ടായിരുന്നു. എന്നാൽ അത് നിങ്ങൾ കരുതുന്നത് പോലെ മനുഷ്യ അസ്ഥികൂടം അല്ല. അത് 2 നായ്ക്കളുടെ പൂർണ്ണമായി അഴുകിയ അസ്ഥികൂടമായിരുന്നു. മാത്രവുമല്ല, ആ ബെഡിനടുത്തുള്ള മേശയിൽ കുറച്ച് അഴുകിയ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഏതൊരു കാര്യവും ന്യായമായി തോന്നിയില്ല. കാരണം ആ മനുഷ്യ അസ്ഥികൂടം അത് ഇന്ന് വളരെ വൃത്തിയാക്കിയ രീതിയിൽ നന്നായി വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ കിടക്കയിൽ കിടത്തിയിരിക്കുകയായിരുന്നു, ഉറങ്ങുന്ന ആ ഒരു രീതിയിൽ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫയർ ആക്സിഡന്റ് ആണെന്നും കരുതി പോലീസ് അകത്തേക്ക് വന്നു. ആ വീടിനുള്ളിലേക്ക് കയറുന്തോറും 1 ആണോ 2 ആണോ എത്രയേറെ ഭയാനകമായ കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ആ പോലീസുകാരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളാണ് ആ വീടിനുള്ളിലേക്ക് കയറിയിരുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു? ഇപ്പോൾ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് ആ വീടിന്റെ ഒരു ചെറിയ കോണ് പോലും വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ആ വീട് ഇഞ്ചിഞ്ചായി പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം അവർ കണ്ട ഒരു രംഗം ഇത്രയും സമയം അവർ കണ്ടതിനേക്കാൾ വല്ലാത്ത ഒന്നായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് പോലും അറിയില്ല. അവരുടെ ജീവൻ തന്നെ ഇങ്ങനെ അടർന്നു പോകുന്ന രീതിയിലായിരുന്നു. ആ വീടിന്റെ ലിവിംഗ് ഏരിയയിൽ അവർ പെട്ടെന്നൊരു ശബ്ദം വരുന്നത് ശ്രദ്ധിച്ചു. അതും ആരോ കതക് മുട്ടുന്ന ഒരു ശബ്ദം. പക്ഷേ ആ ശബ്ദം വാതിലിൽ നിന്നല്ല വന്നത്. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് തിരയുമ്പോൾ ആ ലിവിംഗ് ഹാളിൽ ഏതോ ഒരു വ്യക്തി അസാധാരണമായി തന്റെ തല ചുമരോട് ചേർത്ത് വെച്ച് അങ്ങനെ ഇടിക്കുന്നതായിരുന്നു കണ്ടത്. ഇപ്പൊ പോലീസിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ വീടിന്റെ കുളിമുറിയിൽ ഒരു കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കണ്ടെത്തി. കിടപ്പുമുറിയിലാണെങ്കിൽ വളരെ മനോഹരമായി കിടത്തിയിരിക്കുന്ന അസ്ഥിക്കുടവും താഴെ വീണ്ടും അഴുകിയ അവസ്ഥയിൽ 2 നായ്ക്കളുടെ ഡെഡ് ബോഡിയും കണ്ടെത്തി. എന്നാൽ ആരാണ് ഇവനെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ തന്റെ തല സ്വയം ആ ചുമരിൽ വെച്ച് ഇടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോ ഏതൊരു ചോദ്യവും ചോദിക്കാതെ പോലീസ് ആ വ്യക്തിയെ കണ്ട ഉടൻ തന്നെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അറസ്റ്റ് ചെയ്തു. ഈ ഒരു വാർത്ത ദ സ്കെലിറ്റൻ കേസ് എന്ന പേരിൽ എല്ലായിടങ്ങളിലും പടരാൻ തുടങ്ങി. ഒരു സെൻസേഷണൽ കേസായി മാറാൻ തുടങ്ങി. അതേസമയം ഈ കേസിൽ അറസ്റ്റായ പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാളെ ചോദ്യം ചെയ്ത പോലീസുകാർ പിന്നീട് ഒരു സമയം പറഞ്ഞത് അയാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അയാൾ വളരെ അസാധാരണമായി പെരുമാറി. മാത്രവുമല്ല, വളരെ വൃത്തികെട്ട ഒരു വസ്ത്രം ധരിച്ചിരുന്നു. അയാളുടെ നഖങ്ങളെല്ലാം കറുത്തിരുന്നു. അയാൾക്ക് ഡെഡ് ബോഡിയിൽ നിന്നും വരുന്ന ഒരു മണമുണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇങ്ങനെ ഒരു വശത്ത് അയാളുടെ ഭാഗത്ത് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരുന്ന അതേ സമയത്ത് പാരലായി ആ വീട് സെർച്ച് ചെയ്യുന്ന പോലീസിന് ആ വീട്ടിൽ നിന്നും ചില പ്രധാനപ്പെട്ട ഡയറീസ് ലഭിച്ചു. ആ ഡയറി വായിച്ച പോലീസുകാർ ഞെട്ടലിന്റെ ഒരു കൊടുമുടിയിൽ തന്നെ എത്തി. കാരണം
ആ വീട്ടിൽ ഇതുവരെയും എന്താണ് സംഭവിച്ചത്? വീട്ടിലുണ്ടായിരുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട സസ്പെക്ട് ആരാണ്? ഇങ്ങനെ പോലീസിനുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് പോലെ ആ ഡയറിയിൽ എല്ലാം വിശദമായി തന്നെ എഴുതിയിരുന്നു. അങ്ങനെ ആ ഡയറിയിൽ എഴുതിയിരുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? പറയാം. 1968 ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന അരവിന്ദ് ആർത്തി ദമ്പതികൾ, ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി പോയി. അതുപോലെ ആ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് സമാനമായി അവർക്ക് ദേവ്ജാനി എന്ന മകളും പാർത്തോ എന്ന ആൺകുഞ്ഞും ജനിച്ചു. സാധാരണയായി ആർത്തിയുടെ മനസ്സിലും എല്ലാ മാതാപിതാക്കളെയും പോലെ ഈ ക്രൂരമായ പുറം ലോകത്തിൽ നിന്നും തന്റെ മക്കളെ സംരക്ഷിക്കണം എന്ന് ചിന്തിച്ചു. തന്റെ കുട്ടികളെ ആരും ഉപദ്രവിക്കരുത് എന്നവൾ കരുതി. അതുപോലെ ഒരു സാധാരണ ഇന്ത്യൻ അമ്മയെ പോലെ അവൾ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ അതിനായി തിരഞ്ഞെടുത്ത രീതിയായിരുന്നു ഈ മുഴുവൻ കേസിന്റെയും ആരംഭമായി തന്നെ മാറിയത്. അതെ, നമ്മൾ എല്ലാവരും നമ്മളുടെ മക്കളോട് പറയുന്നത്, നിങ്ങൾ അപരിചിതരോട് സംസാരിക്കരുത്, അവരിൽ നിന്നും ഒന്നും വാങ്ങരുത്. എന്നാൽ ഈ ആരതി ഒരു പടി മുകളിലേക്ക് ചെന്ന് അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളുമായി പോലും സംസാരിക്കാൻ പാടില്ല, അവരുമായി കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫ്, ആ ഒരു സാമൂഹിക ജീവിതത്തെ തന്നെ അങ്ങനെ പരിമിതപ്പെടുത്തി. അങ്ങനെ പുറം ലോകം തന്നെ കാണാതെ ആ രണ്ട് മക്കളും ആ വീടിനുള്ളിൽ തന്നെ കളിക്കാനും ചിരിക്കാനും ജീവിക്കാനും ശീലിച്ചു. ഇത് ആർത്തിക്ക് ഒരു സാധാരണ സംരക്ഷണം പോലെ തോന്നാം. എന്നാൽ ഈ രണ്ട് മക്കളും വളർന്നു വരുമ്പോൾ അവരുടെ സാമൂഹിക ജീവിതത്തെയും അവരുടെ കഴിവുകളെയും അത് ബാധിക്കാൻ തുടങ്ങി. മാത്രമല്ല, മകനായ പാർത്തോ തന്റെ കുട്ടിക്കാലം മുതലേ കൂടുതൽ സമയവും തന്റെ ചേച്ചിക്കൊപ്പം ജാനിയോടൊപ്പം ചിലവഴിച്ചതിനാൽ അവന്റെ സഹോദരിയുടെ പെരുമാറ്റം അതവൻ അനുകരിക്കാൻ തുടങ്ങി. അതായത് ഒരു സാധാരണ കൗമാരക്കാരനായ ആൺകുട്ടിയെ പോലെ അല്ലാതെ മൃദുവായി സംസാരിക്കുക, പെൺകുട്ടിയായി പെരുമാറുക, ഇങ്ങനെ പെൺകുട്ടികളുടെ ഒരു പെരുമാറ്റ രീതി അവന് വരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട പാർത്തോയുടെ അമ്മ ചിന്തിച്ചത്, തന്റെ മകൻ ഒരു ട്രാൻസ്ജെൻഡർ ആണോ, അതായത് പുരുഷത്വം ഇല്ലാത്ത ഒരാളായിരിക്കുമോ എന്ന് സംശയിക്കാൻ തുടങ്ങി. പക്ഷെ സത്യത്തിൽ പ്രായോഗികമായി പാർത്തോയ്ക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അവൻ കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ സഹോദരിയോടൊപ്പം വളർന്നതിനാൽ സഹോദരിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, സഹോദരിയുടെ ഭാഷ, പ്രവൃത്തി എല്ലാം പിന്തുടരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തത്. മറ്റുള്ളവരുമായി സംസാരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, അവരുമായി ഒന്നും ചെയ്യാൻ പാടില്ല. കുട്ടിക്കാലം മുതലേ ഇവരെ 4 ചുമരിനുള്ളിൽ വിലക്കി വെച്ചിട്ട് വളർന്നു വരുമ്പോൾ മാത്രം അവൻ സാധാരണ കൗമാരക്കാരനെ പോലെ ആൺകുട്ടിയെ പോലെ പെരുമാറണം എന്നൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ചിന്തിക്കാൻ തോന്നുന്നത്? മാത്രവുമല്ല, തന്റെ മകൻ താനല്ലാതെ മറ്റാരുമായി അടുപ്പത്തിലാകുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, ഈ മകനും മകളും മാത്രമുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല ക്ലോസ് ആയ ബോണ്ടിങ്ങിലായിരുന്നു. അതുപോലും ഇഷ്ടപ്പെട്ടില്ല. അവരിൽ ഒരു അസൂയ തോന്നി സഹോദരിയായ ജാനിയെ ഇടയ്ക്കിടെ അവൾ ശിക്ഷിക്കാറുണ്ടായിരുന്നുവെന്നും ഡയറിയിൽ എഴുതിയിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പാർത്തോയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ കൂടിയും പാർത്തോയുടെ അമ്മ തന്റെ സങ്കല്പത്തിലുള്ള ഈ മകന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ മകൻ സാധാരണക്കാരനാണോ, അവൻ ഒരു ആൺകുട്ടിയെ പോലെയാണോ എന്ന് പരിശോധിക്കാനായി ആ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയെ വെച്ച് പാർത്തോയെ സെഡ്യൂസ് ചെയ്യാൻ, വശീകരിക്കാൻ ശ്രമിച്ചു. അതായത് പാർത്തോയുടെ ഈ ലൈംഗിക സഹജാവബോധത്തെ വളർത്താൻ ശ്രമിച്ചു. ഇവയെല്ലാം ആ ഡയറിയിൽ പരാമർശിച്ചിരുന്നു. ഇങ്ങനെ അവരുടെ ബാല്യകാലവും കൗമാര ജീവിതവും 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോഴാണ് 1988 പാർത്തോയുടെ മുത്തച്ഛൻ മരിക്കുന്നു. മരിച്ചുപോയ മുത്തച്ഛൻ സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതായത് 1930 അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരു വീട് വാങ്ങിയിരുന്നു. ഇപ്പോൾ അരവിന്ദ്, ഈ മരിച്ചുപോയ മുത്തച്ഛന്റെ മകനായ അരവിന്ദ്, അതായത് പാർത്തോയുടെ അച്ഛൻ, അദ്ദേഹം തന്റെ കുടുംബവുമായി ബാംഗ്ലൂരിൽ നിന്നും കൊൽക്കത്തയിലെ ഈ വീട്ടിലേക്ക് താമസം മാറി. ആ വീട് മറ്റൊന്നുമല്ല, നമ്മൾ ആമുഖത്തിൽ കണ്ട പോലീസിനെ തന്നെ വിറപ്പിച്ച ആ ഒരു വീടായിരുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് വന്ന മുഴുവൻ കുടുംബത്തിനും അടുത്തെന്ത് സംഭവിച്ചു? കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ ആ ബാത്റൂമിനുള്ളിൽ അവർ കണ്ടെത്തിയ അസ്ഥിക്കുടം ആരുടേത്? ബെഡ്റൂമിനുള്ളിൽ ആ കിടക്കയിൽ കിടന്ന അസ്ഥിക്കുടം ആരുടേത്? തൊട്ടടുത്ത് തന്നെ 2 നായകളുടെ അസ്ഥിക്കുടം ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? കൂടാതെ ആ വീട് മുഴുവനും എന്തുകൊണ്ട് ഒരു പ്രേത വീട് പോലെ തോന്നിപ്പിച്ചു? എല്ലാറ്റിനും അപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത, തന്റെ തല ചുമരിൽ ഇടിച്ചുകൊണ്ട് നിന്ന ആ ഒരു വ്യക്തി ആരാണ്? ഇവർക്കെല്ലാവർക്കും ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ പല ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ത്യയിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും നിങ്ങളെ ചിന്തിപ്പിക്കുകയും
ഞെട്ടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ കേസിന്റെ ഭാഗം 2 നാളെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ 2ാം ഭാഗത്തിനായി കാത്തിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗൂഗിളിലോ മറ്റ് യൂട്യൂബിലോ എവിടെയും തിരഞ്ഞു നോക്കാതെ പാർട്ട് 2നായി നിങ്ങൾ കാത്തിരിക്കുക. വീഡിയോ ഇപ്പോഴും ഒരുപാട് പേർ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ക്രീപ്പിയായ വളരെ ഷോക്കിംഗ് ആയ ഡീറ്റെയിൽസോടുകൂടി ഈ കേസിന്റെ ഭാഗം 2 നമുക്ക് വീണ്ടും കാണാം.